അങ്ങനെ ജയിൽവാസം കഴിഞ്ഞ PV അൻവർ തിരിച്ചെത്തി. പ്രതികരണവും തുടങ്ങിക്കഴിഞ്ഞു. തന്റെ അറസ്റ്റ് സർക്കാരിന്റെ ഗൂഢാലോചനയായിരുന്നുവെന്നാണ് നിലമ്പൂർ MLA PV അൻവർ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. പിണറായി കാലത്തെ ജയിൽ അനുഭവം അത്ര നല്ലതായിരുന്നില്ല. ഒരു ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമായാണ് താൻ കാണുന്നതെന്നാണ് PV അൻവർ പരിഹാസത്തോടെ പറഞ്ഞത്. പിണറായി വിജയനെതിരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൽ മറുപടിയോ നടപടിയോ അല്ല ഉണ്ടാകുന്നത്, ഒതുക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. എന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച നിലയിലൊന്നും ഇപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടില്ല. അറസ്റ്റിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടായിരുന്നു. എന്നാൽ ജുഡീഷ്യറി ഇടപെട്ടതോടെ അവരുടെ അറസ്റ്റ് പൊളിഞ്ഞു. ഈ പോരാട്ടം ഇനിയും മുന്നോട്ടു പോകുമെന്നാണ് PV അൻവർ ആണയിട്ട് പറയുന്നത്. നിയമസഭാ സമ്മേളന കാലയളവിൽ എന്നെ പുറത്തു നിർത്തുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ജനമേൽപ്പിച്ച ഉത്തരവാദിത്തവുമായി ഇനിയും ഞാൻ മുന്നോട്ടു പോകും. പിണറായിസം അവസാനിപ്പിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ആവശ്യമാണെന്ന് നേതാവ് തുറന്നടിച്ചു. അതേസമയം അറസ്റ്റിന് പിന്നാലെ UDF-ൽ നിന്നും PV അൻവറിന് പിന്തുണ ഏറുകയാണ്. കഴിഞ്ഞ ദിവസം KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അൻവറിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. ചില കാര്യങ്ങൾ തിരുത്തിയാൽ UDF-മായി അൻവറിന് സഹകരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. KPCC അംഗമായ റിജിൽ മാക്കുറ്റിയും അൻവറിന്റെ തിരിച്ചുവരവിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അൻവറിന് മടങ്ങാൻ സമയമായെന്നാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചത്. അൻവർ MLA-യോട് രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളായിരുന്നു ഞാൻ. പക്ഷേ മറുനാടൻ മലയാളിയുടെ സാജൻ സക്കറിയയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടത്തിൽ എനിക്ക് വലിയ മതിപ്പായിരുന്നു. തെറ്റ് തിരുത്തി തിരിച്ചു വരാനുള്ള സമയമായി എന്നാണ് റിജിൽ മാക്കുറ്റി ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം ഇത്തരത്തിൽ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും അൻവറിന്റെ UDF പ്രവേശനം അത്ര എളുപ്പമാകില്ലെന്ന് തന്നെയാണ് വിലയിരുത്തൽ. സഖ്യകക്ഷികളിൽ പലർക്കും അൻവറിനോട് കടുത്ത എതിർപ്പാണുള്ളത്. RSP കഴിഞ്ഞ ദിവസം ഈ എതിർപ്പ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മുസ്ലിം ലീഗിനുള്ളിലും ചിലർക്ക് അൻവറിനോട് എതിർപ്പുണ്ട്. MLA-യുടെ അറസ്റ്റിലെ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലെന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ പ്രതികരിച്ചത്. പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ PV അൻവറിന്റെ വീട് വളഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണ്? പൊതുപ്രവർത്തകനും MLA-യുമാണ് അദ്ദേഹം, പിടികിട്ടാപ്പുള്ളിയല്ല. അറസ്റ്റിന് പോലീസ് അമിത വ്യഗ്രത കാണിച്ചുവെന്നും K സുധാകരൻ വിശദീകരിക്കുന്നുണ്ട്. CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് റോഡ് അടച്ച് സ്റ്റേജ് കെട്ടിയപ്പോൾ അന്ന് കേസെടുക്കാൻ മടിച്ച പോലീസിന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ കണ്ടാലറിയാവുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് പോലീസ് കാണിക്കാത്ത ആത്മാർത്ഥത അൻവറെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിലെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാണെന്നും KPCC അധ്യക്ഷൻ വാർത്താക്കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു.